എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലി ഖൽബിലെ നിലാവ് എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ്. കെ.ടി. മുഹമ്മദിൻ്റെ ഇത് ഭൂമിയാണ് എന്ന നാടകത്തിലെ ഒരു ഗാനമാണ് ഖൽബിലെ നിലാവ്. ഇവിടെ നായകൻ്റെ കാത്തിരിപ്പും അദ്ദേഹത്തിൻ്റെ നായികയെക്കുറിച്ചുള്ള വർണ്ണനയുമാണ് ഈ ഗാനത്തിൻ്റെ ഇതിവൃത്തം. ഖൽബിലെ നിലാവ്. താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ. എനിക്ക് നല്ല രീതിയിൽ കവിത ചൊല്ലാനൊന്നും അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വായിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ ചൊല്ലണേ. ഇവിടെ നോക്കൂ, നമ്മളുടെ നായകൻ തൻ്റെ പ്രണയിനിയെ താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളൂ. താമരപ്പൂവ് എന്ന് പറയുന്നത് എവിടെയാണ്? നല്ല ഭംഗിയുള്ള താമരപ്പൂക്കൾ നിറഞ്ഞ പൂങ്കാവനത്തിൽ താമസിക്കുന്നവളാണ്, അത്രയും ഭംഗിയുള്ളവളാണ് എന്നാണ് പറയുന്നത്. അതുപോലെ പക്ഷികളിൽ ഏറ്റവും ഭംഗി നിറഞ്ഞത് ആരാണ്? പഞ്ചവർണ്ണ പൈങ്കിളിയാണ്. ആ പക്ഷികളിൽ സുന്ദരിയായ പഞ്ചവർണ്ണ കിളിയുടെ കൂടെ സൗന്ദര്യം പങ്കുവയ്ക്കുന്നവളാണ് നായിക എന്നാണ് ഇവിടെ നായകൻ പറയുന്നത്. പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട് പൂക്കളിൽ പൂറാണിയായി പൂത്തു നിൽക്കുന്നോളെ. ഇവിടെ നോക്കൂ, പൂർണ്ണചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗി നിറഞ്ഞതാണ് അല്ലേ? നമുക്ക് പൂർണ്ണചന്ദ്രനുള്ള രാത്രി എന്ന് പറയുന്നത് ആ രാത്രിയിൽ ആ പൂർണ്ണചന്ദ്രൻ്റെ പ്രകാശം വന്ന് വിതറേണ്ട ആ പ്രകാശത്തിൻ്റെ അത്രയും ഭംഗിയുള്ളതാണ് നായിക. ആ ഒരു പ്രകാശത്തിലും പൂർണ്ണചന്ദ്രൻ്റെ പ്രകാശത്തിലും അതിനേക്കാളും പൂത്തു നിൽക്കുന്ന, അതിനേക്കാളും ഭംഗിയായി തോന്നുന്നുണ്ട് നായികയെ. അതുപോലെ പൂക്കളിൽ പൂറാണിയായി, പൂക്കളിലെ ഏറ്റവും ഭംഗിയുള്ള പൂവായിട്ട്, എല്ലാ പൂക്കളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ആർക്കാണ് സൗന്ദര്യം കൂടുതൽ? നായികയ്ക്കാണ് സൗന്ദര്യം കൂടുതൽ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ കാത്തിരുന്ന് കാൽ തരിച്ചു പോയി കാത്തിരുന്ന് കാൽ തരിച്ചു പോയി. ഇവിടെ നായകൻ പ്രണയിനിയെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ? അവളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നിട്ടും അവളെ കാണാൻ പറ്റിയില്ല. കുറേ നേരം കാത്തിരുന്ന് കാൽ തരിച്ചു പോയി എന്നാണ് പറയുന്നത്. അടുത്ത വരി എന്ന് പറയുന്നത് കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി. ഇവിടെ നോക്കൂ, നായകൻ നായികയെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ? കാത്തിരിക്കുകയാണ്. ആ കാത്തിരുന്ന സമയത്ത് കണ്ണ് കൊതിച്ചു പോയി. ഇപ്പോൾ കാണാം, കണ്ണുകൾ നായികയെ കാണുവാൻ വേണ്ടി കൊതിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് അവിടെ. കണ്ണുകളാൽ ഖൽബുകളിൽ കല്ലെറിയുന്നോളെ. എന്താണ് കണ്ണുകളാൽ ഖൽബുകളിൽ കല്ലെറിയുന്നോളെ പറയാനുള്ള കാരണം? നല്ല സൗന്ദര്യമുള്ള, നല്ല ഭംഗിയുള്ള ആ കണ്ണ്, ആ നോട്ടം ചെന്ന് കൊള്ളുന്ന ഏതൊരു ഹൃദയത്തിലും അത് ആഞ്ഞു പതിക്കുന്നതായിട്ടാണ് പറയുന്നത്. ആ നായികയുടെ, ആ പ്രണയിനിയുടെ നോട്ടം എന്ന് പറയുന്നത് അത്ര ശക്തമായതാണ്. കല്ലെന്ന് പറഞ്ഞാൽ എന്താ? വളരെ ശക്തിയുള്ളതാണ്. ഒരൊറ്റ നോട്ടം കൊണ്ട് അത്രയും കല്ലിൻ്റെ ശക്തിയോടുകൂടി അത് ഓരോരുത്തരുടെയും ഖൽബിൽ വന്നത് തട്ടുന്നു എന്നാണ് ഇവിടെ നായികയുടെ നോട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അന്നൊരു നാൾ അമ്പിളി മാമൻ വമ്പനായി വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്ന് ഏറ്റവും
ഭംഗിയുള്ള ഒരാളാണ് അമ്പിളിമാമൻ അല്ലേ. അമ്പിളിമാമൻ്റെ ഭംഗി നോക്കി നമ്മളെല്ലാം വൈകുന്നേരം നിന്നിട്ടുണ്ട്. ആ ഒരു അമ്പിളിമാമന് അഹന്തി ഉണ്ടായിരുന്നു, എന്താ, ഞാനാണ് ഏറ്റവും നല്ല ഭംഗിയുള്ളത് എന്ന്. ഒരു ദിവസം വന്നിട്ട് വമ്പനായിട്ട് പറഞ്ഞു, ഞാനാണ് വലിയ ആളെന്ന് പറഞ്ഞ് വന്ന് നിന്നു. നിന്നെ കണ്ടതും, ആരെ, പ്രണയിനെ കണ്ടതും അമ്പരന്ന് നിന്നു. തന്നെക്കാളും ഭംഗിയും ശോഭയും അഴകുള്ള ആളാണോ എന്ന് നിന്നെ കണ്ട് പ്രണയിനിയെ കണ്ട് അമ്പരന്ന് നിന്നു എന്നാണ് നായകൻ പറയുന്നത്. കണ്ണുകളാൽ കൽബുകളിലെ കല്ലെറിയുന്നോളെ. അതെന്താ, ആ നോട്ടം കൊണ്ട് ഓരോരുത്തരുടെയും കൽബുകളിലെ കല്ലെറിയുന്നോളെ എന്നാണ് പറയുന്നത്. അതായത് ആ നായികയുടെ നോട്ടം ഓരോരുത്തരുടെയും മനസ്സിന് നല്ല രീതിയിൽ തട്ടുന്ന രീതിയിലായിരുന്നു. ചോദ്യം 1. ഗാനത്തിൽ നായകൻ്റെ കാത്തിരിപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? കണ്ടെത്തി എഴുതുക. ഏറ്റവും ഭംഗി നിറഞ്ഞ താമരപ്പൂക്കൾ നിറഞ്ഞ പൂങ്കാവനത്തിൽ താമസിക്കുന്ന പക്ഷികൾ സുന്ദരിയായ പഞ്ചവർണ്ണക്കിളിയുടെ സൗന്ദര്യം ഉള്ളവളാണ് നായിക. പൂർണ്ണചന്ദ്രൻ്റെ അഴകിനെ പോലും തോൽപ്പിക്കുന്ന ഭംഗിയുള്ള പെൺകുട്ടിയെ നായകൻ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്നു. കാത്തിരുന്നു കാലുകൾ ധരിക്കുകയും നായികയെ കാണാൻ കണ്ണുകൾ കൊതിക്കുന്നു എന്നും നായകൻ പറയുന്നു. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ. ഇതുപോലുള്ള മനോഹരമായ പ്രയോഗങ്ങൾ ഗാനത്തിലുണ്ടല്ലോ. ഇത്തരത്തിൽ പ്രകൃതിയെയും നായികയെയും അവതരിപ്പിക്കുന്ന വർണ്ണനകളുടെ ഭംഗി കണ്ടെത്തി വിശകലനം ചെയ്യുക. പ്രകൃതിയിലെ ഭംഗിയെയും നായികയുടെ സൗന്ദര്യത്തെയും താരതമ്യം ചെയ്യുകയാണ് നായകൻ ഇവിടെ. താമരകൾ നിറഞ്ഞ പൂങ്കാവനത്തിൽ താമസിക്കുന്ന നായിക, അതുപോലെ കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോളെ എന്ന വരികളിൽ നായികയുടെ കണ്ണിൻ്റെ ഭംഗിയും ആ നോട്ടത്തിൻ്റെ മാസ്മരികതയും എത്രത്തോളം ഉണ്ട് എന്ന് കവിതയിലൂടെ മനസ്സിലാക്കാം. അന്നൊരു നാൾ അമ്പിളിമാമൻ വമ്പനായി വന്നു നിന്നെ കണ്ടു അമ്പരന്നു നിന്നു. ഇതിൽ പറയുന്നത് അമ്പിളിമാമനേക്കാളും ഭംഗിയുള്ള നായികയെ കണ്ട് അമ്പിളിമാമൻ അമ്പരന്ന് നിന്നു എന്ന് പറയുമ്പോൾ നായികയുടെ ഭംഗിയെ വർണ്ണിക്കുന്ന രീതി വളരെ രസകരമാണ്. നാടകങ്ങളിലും സിനിമകളിലും ഗാനം അനിവാര്യമാണോ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സംവാദം സംഘടിപ്പിക്കുക. എന്താണ് സംവാദം? സംവാദം എന്ന് പറയുമ്പോൾ ചില ആളുകൾ അതിനെ യോജിക്കുന്നതാണ്. അത് സിനിമകളിലും നാടകങ്ങളിലും ഗാനങ്ങൾ ആവശ്യമാണ് എന്ന് പറയുന്ന കൂട്ടരും ഉണ്ടാവും. അതുപോലെ ഗാനങ്ങൾ ആവശ്യമില്ല എന്ന് പറയുന്ന രണ്ട് ആളുകൾ തമ്മിലുള്ള സംവാദമാണ് പറഞ്ഞിരിക്കുന്നത്.